ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. In the previous chapter, we noted that vertical division of power among different levels of government is one of the major forms of power sharing in modern democracies. In this chapter, we focus on this form of power sharing. It is most commonly referred to as federalism. We begin by describing federalism in general terms. The rest of the chapter tries to understand the theory and practice of federalism in India. A discussion of the federal constitutional provisions is followed by an analysis of the policies and politics that has strengthened federalism in practice. Towards the end of the chapter, we turn to the local government, a new and third tier of Indian federalism. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് എന്താണ്? ഡിവിഷൻ ഓഫ് പവർ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആ ഒരു വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ, അതാണ് നമ്മൾ ഈ ഫെഡറലിസം എന്ന രീതിയിൽ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഫെഡറലിസം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫെഡറലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ചാപ്റ്ററിലേക്ക് എൻട്രി ചെയ്യാം. വാട്ട് ഈസ് ഫെഡറലിസം? Let us get back to the contrast between Belgium and Sri Lanka that we saw in the last chapter. You would recall that one of the key changes made in the constitution of Belgium was to reduce power of the central government and to give these powers to the regional governments. Regional governments existed in Belgium even earlier. They had their roles and powers, but all these powers were given to these governments and could be withdrawn by the central government. The change that took place in 1993 was that the regional governments were given constitutional powers that were no longer dependent on the central government. Thus, Belgium shifted from a unitary to a federal form of government. Sri Lanka continues to be, for all practical purposes, a unitary system where the national government has all the powers. Tamil leaders want Sri Lanka to become a federal system. അപ്പോൾ നമ്മൾ ഫെഡറലിസം എന്ന് നോക്കിയാൽ എന്താണ്, നമുക്ക് ആദ്യം തന്നെ ബെൽജിയത്തിൻ്റെയും ശ്രീലങ്കയുടെ കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത്, അത് വെച്ച് തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് കടക്കാം. ബെൽജിയത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ബെൽജിയത്തിന് മുമ്പ് തന്നെ എന്താണ്, ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ലാതെ ആ ഒരു റീജിയണൽ ഗവൺമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീജിയണൽ ഗവൺമെൻറ്റ്സിന് സർട്ടൻ പവേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പവേഴ്സ് എല്ലാം കൊടുക്കാനും തിരിച്ചെടുക്കാനുമുള്ള ശക്തി സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം അവിടെ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് 1993 ശേഷം ആ ഒരു ഫെഡറലിസം നയം കൊണ്ടുവരികയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും റീജിയണൽ ഗവൺമെൻറ്റ്സിനും അതിൻ്റേതായ പവേഴ്സ് ഉണ്ട്. അവർ ഇൻഡിപെൻഡൻറ്റ് പവേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്ററി സിസ്റ്റത്തിൽ നിന്നും ഫെഡറലിസത്തിലേക്ക് മാറുകയാണ്. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് വയ്ക്കുക. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അവരുടേതായ പവറുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവരുടേതായ പവറുകളുണ്ട്. അത് രണ്ടും ഇൻ്റർഫിയർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നു. അതാണ് ബെൽജിയത്തിൻ്റെ കേസ്. ഇനി നമ്മൾ ശ്രീലങ്കയുടെ കേസ് എടുത്ത് നോക്കിയാൽ അവിടെ ഒരു യൂണിറ്ററി സിസ്റ്റം തന്നെയാണ് നിലകൊണ്ടിരുന്നത്. അതായത് തമിഴ് ലീഡേഴ്സൊക്കെ വന്നിട്ടൊരു ഫെഡറൽ സിസ്റ്റം വേണം, ഈ ഡിവിഷൻ ഓഫ് പവർ വേണം, സെൻട്രലിനെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം, സെൻട്രലിൽ നിന്നും കുറച്ചുകൂടെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഒക്കെ മാറണം എന്നുള്ള ആവശ്യം അവരുടെ ഉണ്ടായിരുന്നെങ്കിലും അവരൊരു യൂണിറ്ററി സിസ്റ്റം ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അതായത് ഫെഡറലിസം അല്ലായിരുന്നു. Federalism is a system of government in which the power is divided between a central authority and various constituent units of the country. Usually a federation has two levels of government. One is the government for the entire country that is usually responsible for the few subjects of common national interest. The others are governments at the level of provinces or state that look after much of the day-to-day administrating of their state. Both these level of governments enjoy their power independent of the other. ഇപ്പോൾ ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഒരു ഗവൺമെൻറ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. അവിടെ എന്താണ്, ഒരു സെൻട്രൽ അതോറിറ്റിയും അതുപോലെ തന്നെ ഒരു കൺട്രിയിലുള്ള ഒരു ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയ അതോറിറ്റീസും തമ്മിലുള്ള പവർ ഷെയറിംഗ് ആണ് ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫെഡറേഷൻ അല്ലെങ്കിൽ ഒരു നേഷൻ, ഒരു കൺട്രിക്ക് സാധാരണഗതിയിൽ 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ എന്താണ്, ആ രാജ്യം മുഴുവൻ നോക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്. അവരെന്താ ചെയ്യുന്നത്, രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു കുറച്ച് നാഷണൽ ഇഷ്യൂസ്, ഇപ്പോൾ സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന നാഷണൽ ഇഷ്യൂസ് ഒക്കെ നോക്കിയാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുക. തിരിച്ച് ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ ആൾക്കാരുടെ ദൈനംദിന
ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സാധാരണ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് നോക്കുക. അപ്പോൾ ഈ രണ്ട് ലെവൽസ് ഓഫ് ഗവൺമെൻറ്റിന് അവരുടേതായ ഒരു ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ഉണ്ട്. In this sense, federations are contrasted with unitary governments. Under the unitary system, either there is only one of government or the subunits are subordinate to the central government. The central government can pass on orders to the provincial or the local governments. But in a federal system, the central government cannot order the state government to do something. State government has power of its own for which it is not answerable to the central government. Both these governments are separately answerable to the people. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഫെഡറൽ സിസ്റ്റവും അതുപോലെ തന്നെ ഒരു യൂണിറ്ററി ഗവൺമെൻറ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇനി ഒരു യൂണിറ്ററി സിസ്റ്റത്തിൽ എന്താണ്, ഒരു സെൻട്രൽ ഗവൺമെൻറ് പിന്നെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് കാണും. സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു ഓർഡർ പാസ്സാക്കി അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്തിട്ട് താഴെയുള്ള ഒരു സബോർഡിനേറ്റ് ആണ്, സെൻട്രൽ ഗവൺമെൻറ് സബോർഡിനേറ്റ് ആണ് യൂണിറ്ററി സിസ്റ്റത്തിൽ. ബാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അങ്ങനെ വരുന്ന ലോക്കൽ ഗവൺമെൻറ് ഒക്കെ. അപ്പോൾ അവർ ഓർഡർ ചെയ്യും, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ ഓർഡർ ചെയ്യും. നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ പറഞ്ഞാൽ അവിടെ അതുപോലെ തന്നെയാണ്, സെൻട്രൽ ഗവൺമെൻറ് കാണും, സ്റ്റേറ്റ് ഗവൺമെൻറ് കാണും. പക്ഷേ ഇവർക്ക് രണ്ടൊരു ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു കാര്യം വന്നിട്ട് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യമാക്കില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇല്ല, ഫെഡറൽ സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും വ്യത്യസ്തരായിട്ട് ജനങ്ങളുടെ അടുത്ത് മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ രണ്ടുപേരും ജനങ്ങളുടെ അടുത്താണ് മറുപടി പറയേണ്ടത്. അല്ലാതെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒന്നും ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമില്ല. അവരെല്ലാം ഉത്തരം പറയേണ്ടത് ജനങ്ങളുടെ അടുത്ത് മാത്രമാണ്. Let us look at some of the key features of federalism. അപ്പോൾ നമുക്ക് ഫെഡറലിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തത്, there are 2 or more levels of the government. ഇപ്പോൾ ഫെഡറലിസത്തിൻ്റെ ആദ്യ കാര്യം തന്നെ പറയുന്നത് എന്താണ്, അവിടെ രണ്ടിൽ കൂടുതലോ ലെവൽ ഓഫ് പവേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലേ ഫെഡറലിസത്തിന് ആവശ്യമുള്ളൂ. പവർ ഷെയറിംഗ് ആണല്ലോ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പോൾ 2ൽ കൂടുതൽ ഒരു ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. രണ്ടാമത്തത്, ഡിഫറെൻറ്റ് ടയർസ് ഓഫ് ഗവൺമെൻറ് ഗവേൺ ദ സെയിം സിറ്റിസൺ ബട്ട് ഈച്ച് ടയർ ഹാസ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ ഇൻ സ്പെസിഫിക് മാറ്റേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ, ടാക്സേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ 2 ടയർ ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ 2 ടയർ ആണെങ്കിൽ രണ്ടോ മൂന്നോ ആ ഒരു ഡിഫറെൻറ്റ് ടയർസ് ഓഫ് ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്, ഈ സെയിം ജനങ്ങളെ തന്നെയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത്. അവരെന്താണ് ഒരേ സിറ്റിസൺസിനെ തന്നെയാണ് ഗവേൺ ചെയ്യുന്നത്, പക്ഷേ പലരും പല വിഷയത്തിലാണ് ഗവേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നാഷണൽ സെക്യൂരിറ്റി സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് നടന്നാലും ശരി, അതുകൊണ്ട് ഉത്തരവാദി അല്ലെങ്കിൽ അതിനെ സംസാരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണെന്ന് പറയുന്നത് പോലെ അവരുടേതായ പരിധികളുണ്ട്, അവരുടേതായ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. Third point, the jurisdictions of the respective levels of tiers of the government are specified in the Constitution. So, the existence and authority of each tier of government is constitutionally guaranteed. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഓരോ ടയറിനും അതിൻ്റേതായ ഓരോ ഗവൺമെൻറ് ലെവലിനും അതിൻ്റേതായ ജൂറിസ്ഡിക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ജൂറിസ്ഡിക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് അവർക്ക് തീരുമാനം എടുക്കാം, എന്തൊക്കെ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനം എടുക്കാം എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. For the fundamental provisions of the Constitution cannot be unilaterally changed by one level of government. Such changes require the consent of both levels of the government. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫണ്ടമെൻ്റൽ പ്രൊവിഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു, അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് മാത്രം ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ് മാത്രം ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഫെഡറൽ സിസ്റ്റത്തിൽ ആ ഒരു ഡിഫറെൻറ്റ് ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് എല്ലാം ഒരുമിച്ച് കൺസെൻറ്റ് ചെയ്താൽ മാത്രമേ അത് ചേഞ്ച് വരാൻ പറ്റത്തുള്ളൂ. Fifth point, courts have the power to interpret the Constitution and the powers of different level of government. The highest court act as an umpire if disputes arise between different levels of government in the exercise of their respective powers. അപ്പോൾ ഈ കോടതികൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ആ ഒരു പവർ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഷെയറിങ്ങിനെ പറ്റിയൊക്കെ പറയാനുള്ള അധികാരം, ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം കോർട്സിനുണ്ട്. അപ്പോൾ ഈ 2 ലെവൽ ഓഫ് ഗവൺമെൻറ് തമ്മിലൊരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു തർക്കം വരികയാണെങ്കിൽ കോർട്ട് എന്ത് ചെയ്യും, ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് കോർട്ട് ഒരു അമ്പയർ ആയിട്ട് നിന്നിട്ട്
ആ ഡിസ് ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്യൂട്ട് തീർക്കുകയാണ്. ആ ഒരു റെസ്പെക്റ്റീവ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. 6th point, sources of revenue for each level of government are clearly specified to ensure its financial autonomy. അടുത്ത 6ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗവൺമെൻറ്റിന് ഫണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ആ ഒരു ഇൻകം കിട്ടുന്നത് എവിടെ നിന്നാണ്, റവന്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്, ഓരോ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തൊക്കെ റവന്യൂ എടുക്കാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്തൊക്കെ റവന്യൂ എടുക്കാം എന്നൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. 7th point, the federal system thus has dual objectives: to safeguard and promote unity of the country while at the same time accommodate regional diversity. Therefore, two aspects are crucial for the institutions and practice of federalism. Governments at different levels should agree to some rules of power sharing. They should also trust that each would abide by its part of the agreement. An ideal federal system has both aspects: mutual trust and agreement to live together. ഇപ്പോൾ ഫെഡറൽ സിസ്റ്റത്തിന് നമുക്ക് 2 ഒബ്ജക്റ്റീവ് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ 2 ലക്ഷ്യങ്ങളാണ് ഈ ഫെഡറൽ സിസ്റ്റത്തിനുണ്ടെന്ന് പറയാം. ആദ്യത്തെ കാര്യം എന്താണ്? ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ഐക്യതയെ പ്രൊമോട്ട് ചെയ്യാനോ അതുപോലെ തന്നെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം. രണ്ടാമത്തത് രാജ്യത്തിൻ്റെ റീജിയണൽ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങളെ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല കൾച്ചറുള്ള, പല സംസ്ഥാനത്തുള്ള ആൾക്കാർക്കൊക്കെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് കൾച്ചേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വൈവിധ്യത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുമാണ് ഈ ഫെഡറലിസത്തിൻ്റെ 2 ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അതിന് അതുപോലെ തന്നെ 2 ആസ്പെക്റ്റ് ഉണ്ട്: മ്യൂച്വൽ ട്രസ്റ്റും എഗ്രിമെൻറ്റ് ടു ലിവ് ടുഗദർ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫെഡറൽ സിസ്റ്റം ഒരു ഐഡിയൽ ഫെഡറൽ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഈ പവർ ഷെയറിങ്ങിൻ്റെയൊക്കെ ഗുണം ഇതാണ്. ചിലപ്പോൾ ഇപ്പോൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് വരികയാണെങ്കിൽ ആ ഗവൺമെൻറ്റിന് ഒരുമിച്ച് ഈ പല ഡൈവേഴ്സിറ്റി ഉള്ള പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഓരോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഓരോ റീജിയണൽ ഗവൺമെൻറ്റ്സ് ഒക്കെ വരുന്നത്. The exact balance of power between the central and the state government varies from one federation to another. This balance depends mainly on the historical context in which the federation was formed. There are 2 kinds of routes through which federations have been formed. The first route involves independent states coming together on their own to form a bigger unit, so that by pooling sovereignty and retaining identity, they can increase their security. This type of coming together federations include the USA, Switzerland, and Australia. In this first category of federation, all the constituent states usually have equal power and are strong vis-a-vis the federal government. അപ്പോൾ എന്താണ്, ഓരോ ഫെഡറേഷൻ എടുക്കുമ്പോഴും അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള പവർ ഡിഫറൻസിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ഫെഡറേഷനിലും ഓരോ രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബാലൻസ് ക്രമീകരിക്കുന്ന, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എത്ര പവർ കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര പവർ കൊടുക്കണം, അത് ചിലപ്പോൾ മിക്കപ്പോഴും ഈക്വലായിട്ടല്ല ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാറ്. അപ്പോൾ അത് എത്ര പവർ വീതം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു പ്രദേശത്തിൻ്റെ, ആ ഒരു രാജ്യത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് അതെങ്ങനെ രൂപം കൊണ്ടു, എന്താണ് അതിൻ്റെ ചരിത്രം, എങ്ങനെയുള്ള ജനങ്ങളാണ് അവിടെ ഉള്ളതെന്നൊക്കെ കണക്കാക്കിയാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ USA, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയയൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്തത്? പല പല ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ആയിരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് എല്ലാം ഒത്തുകൂടി ഒരു രാജ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഒത്തുകൂടുമ്പോൾ ഇത്രയും സെക്യൂരിറ്റി കിട്ടുമെന്നുള്ളതിനാൽ അവരെന്താണ് അങ്ങനെ ഫോം ചെയ്ത കൺട്രിയാണ്. അപ്പോൾ ഓരോ അങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സിനും അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ആ ഒരു ഫെഡറൽ ഗവൺമെൻറ് അതേ പവർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് ഫോം ചെയ്തതാണല്ലോ. The second route is where a large country decides to divide its power between the constituent states and national government. India, Spain, Belgium are examples of this kind of holding together federations. In this second category, the central government tends to be more powerful vis-a-vis the states. Very often, different constituent units of the federation have unequal powers. Some units are granted special powers. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ടൈപ്പ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് യുണൈറ്റ് ചെയ്ത ഒരു ഫെഡറേഷനാണ്. സെക്കൻഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ രാജ്യങ്ങളാണ്. ആ ഒരു രാജ്യത്തിൽ ഇത്രയും വരുന്ന ആയതുകൊണ്ട് തന്നെ
ആ ഒരു പവർ ഡിവിഷൻ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് സ്റ്റേറ്റ്സും നാഷണൽ ഗവൺമെൻറ്റുമായിട്ടുള്ള പവർ ഡിവിഷൻ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്താലും സ്പെയിൻ്റെ കാര്യം എടുത്താലും ബെൽജിയത്തിൻ്റെ കാര്യം എടുത്താലും അങ്ങനെയാണ് അതൊരു രാജ്യത്തിലെ പവർ ഡിവിഷൻ. അപ്പോൾ അത് ഹോൾഡിംഗ് ടു ഫെഡറേഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു രാജ്യത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പവർ ഡിവിഷനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ പവർ ആൾക്കായിരിക്കും സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ പവർ സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അവിടെ ഒരു അൺഈക്വൽ പവർ ഷെയറിംഗ് ആണ് ഉള്ളത്. വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി? We have earlier seen how small countries like Belgium and Sri Lanka face so many problems of managing diversity. What about a vast country like this, with so many languages, religion and regions? What are the power sharing arrangements in our country? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബെൽജിയവും ശ്രീലങ്കയും രണ്ട് ചെറിയ രാജ്യങ്ങളാണ്. അവിടെയുള്ള പ്രോബ്ലംസൊക്കെ ആ ഒരു ഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യുന്നതിലുണ്ടായ പ്രോബ്ലംസൊക്കെ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം എടുത്താൽ വലിയൊരു രാജ്യമാണ്, ഒരുപാട് ഭാഷകളും ഒരുപാട് റീജിയൻസും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ പവർ ഷെയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. Let us begin with the constitution. India had emerged as an independent nation after a painful and bloody partition. Soon after independence, several princely states became a part of the country. The constitution declared India as a union of states, although it did not use the word federation. The Indian Union is based on the principles of federalism. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ തന്നെ നോക്കാം. ഇന്ത്യ ഒരു നേഷനായിട്ട് മാറുന്ന, ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറുന്ന, ഒരുപാട് പെയിൻഫുൾ രക്തരൂക്ഷിതമായ ഒരു പാർട്ടീഷന് ശേഷമൊക്കെയാണ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഒക്കെ നമ്മുടെ രാജ്യത്തോട് ചേരുകയുണ്ടായി. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഫെഡറേഷൻ എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പകരം സ്റ്റേറ്റ്സിൻ്റെ ഒരു യൂണിയൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ യൂണിയൻ ഫോം ചെയ്യുന്നത് ഫെഡറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ച് തന്നെയാണ്. പക്ഷേ ഫെഡറേഷൻ ആണെന്ന് ഡയറക്റ്റ്ലി പറയുന്നില്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. Let us go back to the 7 features of federalism mentioned above. We can see that all these features apply to the provision of the Indian Constitution. The Constitution originally provided for a two-tier system of government, the Union government, or what we call the central government, representing the Union of India and the state governments. Later, the third tier of federalism was added in the form of panchayats and municipalities. As in any federation, these different tiers enjoy separate jurisdiction. The Constitution clearly provided a threefold distribution of legislative powers between union government and the state government. Thus, it contains 3 lists. ഇപ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ നേരത്തെ 7 ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫെഡറലിസം. ആ 7 ഫീച്ചേഴ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യകാലത്ത് ഇന്ത്യയിൽ 2 ടയർ ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്ന, രണ്ടാമത്തെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്ന 2 ടയർ. പിന്നീട് ഒരു 3ാമത്തെ ടയറോട് വരികയാണ്, അതാണ് ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്ന ലോക്കൽ ഗവൺമെൻറ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഡിഫറെൻറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ഡിഫറെൻറ്റ് പവേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പവേഴ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നവരുമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആ ഒരു 3-fold ഡിസ്ട്രിബ്യൂഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്നും സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും കൺകറൻറ്റ് ലിസ്റ്റ് എന്നും പറഞ്ഞ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആ ഓരോ ഗവൺമെൻറ്റിനുള്ള പവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം യൂണിയൻ ലിസ്റ്റ് നോക്കാം. യൂണിയൻ ലിസ്റ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് such as defense of the country, foreign affairs, banking, communication and currency. They are included in this list because we need a uniform policy on these matters throughout the country. The union government also alone can make laws relating to the subjects mentioned in the union list. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അതായത് ഇപ്പോൾ ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, രാജ്യത്തിൻ്റെ ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, കറൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന മാറ്റർ ആയതുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് കറൻസി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റിൽ ഒരു കറൻസി, വേറൊരു സ്റ്റേറ്റിൽ ഒരു കറൻസി എന്നായാൽ അത് രാജ്യത്തെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ
ഈ കറൻസി എന്ന് പറയുന്ന യൂണിയൻ ലിസ്റ്റ് വരുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ആ രാജ്യത്തെ ബാധിക്കാതെ ആ ഒരു എല്ലാ പ്രദേശത്തും ഒന്ന് തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് കണ്ടെയ്ൻസ് subjects of states and local importance such as police, trade, commerce, agriculture and irrigation, and the state governments alone can make laws relating to the subjects mentioned in the state list. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോലീസ്, ട്രേഡ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞെങ്കിൽ അഗ്രികൾച്ചർ ഓരോ പ്രദേശത്തും ഓരോ കൃഷി രീതി കാണും, അല്ലെങ്കിൽ ഓരോ വിളകൾ കാണും. അപ്പോൾ അതൊക്കെ ആ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സിസ്റ്റം ഉണ്ട്, അതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്റ്റ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ബോത്ത് ദ യൂണിയൻ ഗവൺമെൻറ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് such as education, forest, trade union, marriage, adoptions and succession. Both the union as well as the state governments can make laws on the subject mentioned in this list. If their laws conflict with each other, the law made by the union government will prevail. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കോമൺ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻസ്, മാരേജ്, അഡോപ്ഷൻ, സക്സഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു തർക്കം ഉണ്ടായി. ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമവും സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമവും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമം നിലനിൽക്കും. What about the subjects that do not fall in any of the three lists, or subject like computer software that came up after the constitution was made? According to our constitution, the union government has the power to legislate on these residuary subjects. അപ്പോൾ എന്താണ്? അപ്പോൾ ഇതിലൊന്നും പെടാത്ത ലിസ്റ്റിൽ പെടാത്ത കാര്യങ്ങൾ കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ് എന്ത് വരുന്നത്? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയമം കൊണ്ടുവരുന്ന ആരാണ്? അത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അതായത് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ നിയമം ഉണ്ടാക്കാനുള്ള ഒരു റെസ്യൂഡറി സബ്ജക്ട്സൊക്കെ ലെജിസ്ലേഷൻ ഉണ്ടാക്കാനുള്ള പവർ ആരുടെ കയ്യിലാണ്? യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. We noted about the most federations that are formed by holding together do not give equal power to its constituent units. Thus, all states in the Indian Union do not have identical powers. Some states enjoy a special status, states such as Assam, Nagaland, Arunachal Pradesh and Mizoram enjoy special powers under certain provisions of the Constitution of India. Due to their peculiar social and historical circumstances, these special powers are especially enjoyed in relation to the protection of land rights of indigenous people, their culture, and also preferential employment and government services. Indians who are not permanent residents of this state cannot buy land or house here. Similar special provisions exist for some other states of India as well. അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറലിസത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു വലിയ രാജ്യത്തിൽ സ്റ്റേറ്റ്സിന് ഗവൺമെൻറ്റിന് പവർ കൊടുക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്തിൽ ഒരു എല്ലാ സ്റ്റേറ്റ്സിനും ഒരേ പവറാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാമിനൊക്കെ ഒരു സ്പെഷ്യൽ പവേഴ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷ്യൂർ ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾ 371 പ്രകാരം. അത് അവരുടെ പെക്യുലർ സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസ് ഒക്കെ വെച്ചാണ്. അതായത് അവരുടെ ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ സോഷ്യലിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് അവർക്കൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അത് പ്രകാരം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആ ഒരു ഇൻഡിജിനസ് പീപ്പിൾസിൻ്റെയൊക്കെ റൈറ്റ്സ്, ലാൻഡ് റൈറ്റ്സ്, അവരുടെ ഒരു കൾച്ചർ, അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലുള്ള ബാക്കി സ്റ്റേറ്റുകളിൽ താമസിക്കുന്നവർക്ക് അവിടെ ഒരു ലാൻഡ് വാങ്ങിക്കാനോ ഹൗസ് വാങ്ങിക്കാനോ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉള്ള സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഇനിയും ഉണ്ട്. There are some units of Indian Union which enjoy very little power. These are areas which are too small to become an independent state, but which could not be merged with any of the existing states. These areas like Chhattisgarh, Chandigarh or Lakshadweep or the capital city of Delhi are called union territories. These territories do not have powers of the state. The central government have special powers in running these areas.
അപ്പോൾ ഇനി ഒരു സ്റ്റേറ്റിൻ്റെ അത്രയും പവറില്ലാത്ത ചെറിയ പവറുകൾ മാത്രമുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ചെറിയ സ്ഥലങ്ങളാണ്. ഒരു ഒരു ആ, ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആക്കാൻ പറ്റുന്ന വലിയ സ്ഥലങ്ങളല്ല. രണ്ടാമത്തെ കാര്യം, അത് ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൻ്റെ കൂടെ ചേർക്കാനും പറ്റില്ല. ആ ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചണ്ഡീഗഡ്, ലക്ഷദ്വീപ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റലായ ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ഈ ടെറിട്ടറീസിനൊന്നും ഒരു സ്റ്റേറ്റിൻ്റെ പവർ കൊടുത്തിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് അവിടെ സ്പെഷ്യൽ പവേഴ്സും ഉണ്ട്. The sharing of power between the union government and the state government is the basic to the structure of the constitution. It is not easy to make changes to this power sharing arrangement. The parliament cannot on its own change this arrangement. Any change it has to be first passed by both houses of the parliament with at least 2/3 majority. Then it has to be ratified by the legislature of at least half of the total states. അപ്പോൾ ഈ ഒരു പവർ ഷെയറിംഗ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന കാര്യം തന്നെയാണ്. യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിലുള്ള പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചേഞ്ച് വരുത്തുക അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. പാർലമെൻറ്റിന് ഒറ്റയ്ക്ക് ഇതിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല. ആദ്യം ഇത് ഹൗസ് ഓഫ് പാർലമെൻറ്റ് 2 ഹൗസിലും പാസ്സാക്കി 2/3 ഭൂരിപക്ഷത്തോടു കൂടി 3/2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കി. അത് പിന്നീട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ കൊണ്ട് റാക്ടിഫൈ ചെയ്യണം. എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറെ പകുതിയെങ്കിലും അത് റാക്ടിഫൈ ചെയ്ത് സമ്മതിച്ച് അത് മാത്രമേ അതിൻ്റെ ചേഞ്ച് വരുത്താൻ പറ്റത്തുള്ളൂ. The judiciary plays an important role in overseeing the implementation of constitutional provisions and procedures. In case of any dispute about the division of powers, the High Court and the Supreme Court make a decision. The union and state governments have power to raise resources by levying taxes in order to carry on the government and responsibilities assigned each of them. അപ്പോൾ ജുഡീഷ്യറി ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സിനെ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെയൊക്കെ ഓവർസീ ചെയ്യുന്നില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ജുഡീഷ്യറിക്കുണ്ട്. അപ്പോൾ ഒരു ഡിവിഷൻ ഓഫ് പവറിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ഹൈക്കോർട്ടിനും സുപ്രീം കോടതിനും അതിൽ മേലും ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു ടാക്സ് പിരിക്കുന്നതിനൊക്കെ ഉള്ള പവറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ആരാണ്? കോർട്ടാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. How is federalism practiced? Constitutional provisions are necessary for the success of federalism, but these are not sufficient. If the federal experiment has succeeded in India, it is not merely because the clearly laid out constitutional provisions. The real success of federalism in India can be attributed to the nature of democratic politics in our country. This ensured that the spirit of federalism, respect for diversity and desire for living together became shared ideas in our country. Let us look at some of the major ways in which this happened. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ സക്സസിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒക്കെ നെസസറി ആണ്, ഒരു എസെൻഷ്യൽ ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ഫെഡറൽ എക്സ്പെരിമെൻറ്റ് ഇന്ത്യയിൽ സക്സീഡ് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൻ്റെ ഒരു നേച്ചർ കാരണമാണ്. കാരണം ജനങ്ങൾക്കിടയിൽ അവരുടെ ഒരു ഫെഡറലിസത്തിന് വേണ്ടിയുള്ള സ്പിരിറ്റോ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുക, ഒരുമിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഒരു അവരുടെ ലൈഫിനകത്തേക്ക് തന്നെ കടന്നുകൂടുകയാണ്. നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം അതിനെ സംബന്ധിക്കുന്ന. ആദ്യം ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. The creation of linguistic states was the first and major test for democratic politics in our country. If you look at the political map of India, when it began its journey as the democracy in 1947 and that of 2019, you will be surprised by the extent of the changes. Many old states have vanished and many new states have been created. Areas, boundaries and names of the states have been changed. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പണ്ടത്തെ ഇന്ത്യയും ഇപ്പോഴത്തെ ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, ആ ഒരു പൊളിറ്റിക്കൽ മാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പുതിയ ഒരുപാട് സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്, പഴയ ഒരുപാട് സ്റ്റേറ്റ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ലിംഗ്വിസ്റ്റിക് അടിസ്ഥാനത്തിൽ, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റുകളുടെ രൂപീകരണമാണ് ഇന്ത്യൻ ഡെമോക്രസി നേരിട്ട ആദ്യത്തെ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത്. In 1947, the boundaries of several old states of India were changed in order to create new states. This was done to ensure that people who spoke the same language lived in the same states. Some states were created not on the basis of language but to recognize difference based on culture, ethnicity and geography. These include states like Nagaland, Uttarakhand and Jharkhand.
1947 പഴയ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെയൊക്കെ ആ ഒരു ബൗണ്ടറീസ് ഒക്കെ തിരിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്, പുതിയ സ്റ്റേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെ ഒരു സ്റ്റേറ്റിനെ കീഴിലാക്കുക. ചില സമയത്ത് ഒരേ ഭാഷ നോക്കിയല്ലാതെ തന്നെ ഒരു കൾച്ചർ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ കൾച്ചർ അടിസ്ഥാനത്തിൽ തിരിച്ചാണ് നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്റ്റേറ്റ്സ് എല്ലാം. When the demand for the formation of states on the basis of language was raised, some national leaders feared that it would lead to the disintegration of the country. The central government resisted the linguistic states for some time, but the experience has shown that the formation of linguistic state has actually made the country more united. It has also made administration easier. ഇപ്പോൾ ആദ്യമേ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിന് ആവശ്യം വരുന്നു. അപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഒരുപാട് നാഷണലിസ്റ്റും ഒക്കെ ഇത് നാഷണൽ ലീഡേഴ്സൊക്കെ ഇത് ഭയപ്പെട്ടിരുന്നു. കാരണം ഒരു രാജ്യത്തിൻ്റെ ഡിസിൻറ്റഗ്രേഷന് കാരണമാവോ ഇങ്ങനെയുള്ള സെപ്പറേഷൻ എന്നൊക്കെ പേടിച്ചിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഇത് കുറച്ച് നേരത്തേക്ക് റെസിസ്റ്റും ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു സമരങ്ങൾ കാരണമൊക്കെ അവർ തിരിച്ചറിയാണ്. അതുമാത്രമല്ല, ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇന്ത്യയെ ആക്ച്വലി ഈ കൺട്രിയെ, നമ്മുടെ രാജ്യത്തെ ആക്ച്വലി എന്താണ് ചെയ്തത്? യൂണിഫൈ ചെയ്യണം, യുണൈറ്റഡ് ആക്കിയാണ് ചെയ്തത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും കുറച്ച് ഈസിയർ ആക്കി. ലാംഗ്വേജ് പോളിസി. A second test for Indian Federation is the language policy. Our constitution did not give the status of national language to any one language. Hindi was identified as the official language, but Hindi is the mother tongue of only about 40% of Indians. Therefore, there were many safeguards to protect other languages. Besides Hindi, there are 21 other languages recognized as scheduled language by the constitution. A candidate in the examination conducted for central government positions opt to take the examination in any of these languages. States too have their own official language. Much of the government work takes place in the official language of concerned states. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് പോളിസി ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു നാഷണൽ ലാംഗ്വേജിനെ, ഒരു ഭാഷയ്ക്ക് ഒരു നാഷണൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഒന്നും കൊടുക്കുന്നില്ല. ഹിന്ദി എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന രീതിയിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ഹിന്ദി എന്നിരുന്നാലും 40% ഇന്ത്യൻസിൻ്റെ മാത്രം മദർ ടങ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഷകളെ സേഫ് ഗാർഡ് ചെയ്യേണ്ട, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്. ഏകദേശം 21 ഭാഷകൾ ഷെഡ്യൂൾഡ് ലാംഗ്വേജിൻ്റെ ഉള്ളിൽ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് ഒരു പൊസിഷന് വേണ്ടി എക്സാമിനേഷൻ ഒരു കാൻഡിഡേറ്റ് അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ഈ ഒരു ഷെഡ്യൂൾഡ് ലാംഗ്വേജ് വരുന്ന ഏതൊരു ഭാഷയിലും എക്സാമിനേഷൻ എഴുതാം. ഇപ്പോൾ സ്റ്റേറ്റ്സിനും ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളമാണ് ഭരണഭാഷ എന്ന രീതിയിലൊക്കെ വരുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന സ്റ്റേറ്റിൽ അവരുടെ എന്താണ് ലോക്കൽ ലാംഗ്വേജ് ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. Unlike Sri Lanka, the leaders of our country adopted a very cautious attitude in spreading the use of Hindi. According to the constitution, the use of English for official purpose was stopped in 1965. However, many non-Hindi speakers states demanded that the use of English continue. In Tamil Nadu, the movement took a violent form. The central government responded by agreeing to continue the use of English along with Hindi for official purposes. Many critics think that this solution favored the English-speaking elite. Promotion of Hindi continues to be official policy of the government of India. Promotion does not mean that the central government can impose Hindi on states where people speak a different language. The flexibility shown by Indian political leaders helped our country avoid the kind of situation that Sri Lanka find itself in. അപ്പോൾ നമ്മുടെ ശ്രീലങ്കയിൽ ഇതുപോലെയുള്ള ഭാഷാ പ്രശ്നങ്ങളല്ലേ വന്നിരുന്നത്. അപ്പോൾ ഹിന്ദി പ്രചരിക്കുന്നതിന് നമ്മുടെ നാഷണൽ ലീഡേഴ്സൊക്കെ ഒരുപാട് ബുദ്ധിപരമായ നീക്കങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 1965 ഇംഗ്ലീഷ് ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്തില്ല എന്നും ഹിന്ദി മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കുകയാണ്. അതിനെതിരെ തമിഴ്നാട്ടിലേക്ക് ഒരുപാട് വലിയ വയലന്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുകയാണ്. അവസാന സെൻട്രൽ ഗവൺമെൻറ് സമ്മതിക്കുകയാണ് ഹിന്ദിയുടെ ഒപ്പം ഇംഗ്ലീഷും ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ക്രിട്ടിക്സ് രംഗം വരികയാണ്. കാരണം ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, സോ കാൾഡ് എലൈറ്റ്സിന് മാത്രമേ എന്താണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളതൊക്കെ ഉള്ള തർക്കങ്ങളൊക്കെ വരികയാണ്. അവസാനം ഗവൺമെൻറ് ഒരു ഹിന്ദി സ്പ്രെഡ് ചെയ്യുന്നതിൽ വളരെ നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിന് മേലെ അടിച്ചേൽപ്പിക്കുകയല്ല, പകരം ഒന്ന് ചെറിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ശ്രീലങ്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മച്ച് ബെറ്റർ ആറ്റിറ്റ്യൂഡായിരുന്നു നാഷണൽ ലീഡേഴ്സിനൊക്കെ ഒരു ലാംഗ്വേജിൻ്റെ കേസിൽ എടുക്കാൻ പറ്റിയിരുന്നു. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. റീസ്ട്രക്ചറിങ് ദ സെൻട്രൽ സ്റ്റേറ്റ് relations is one more way in which federalism has been strengthened in practice. How the constitutional arrangements for sharing power work in reality depends to a large extent
on how the ruling parties and leaders follow these arrangements. For a long time, the same party ruled both the center and in most of the states. This means that the state government did not exercise their right as autonomous federal units. As and when the ruling party at the central state level was different, the parties that ruled the center tried to undermine the power of the state. In those days, central government would often misuse the constitution to dismiss state governments that was controlled by rival parties. This undermined the spirit of federalism. ഇനി നമ്മൾ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒരു വലിയ കാലത്തോളം സ്റ്റേറ്റും അതുപോലെ തന്നെ സെൻട്രലും പല സ്റ്റേറ്റുകളും സെൻട്രൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരേ പാർട്ടി ആയിരുന്നു. അപ്പോൾ ആ സമയത്തിന് ശേഷമൊക്കെ അപ്പോൾ ഒരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് സെൻട്രൽ തമ്മിൽ ഒരു നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. ഒരേ പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാണ് നല്ല റിലേഷൻ കാണും, അതുപോലെ തന്നെ പവറൊക്കെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ചില സമയങ്ങളിൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരണം മാറുന്ന സമയത്ത് അവർ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് പലപ്പോഴും അന്നത്തെ കാലത്ത് തങ്ങളുടെ പവർ മിസ്യൂസ് ചെയ്ത് ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാൻ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഫെഡറലിസത്തിനെ ഒരു ബാധിച്ച ഒന്നായിരുന്നു. All this changed significantly after 1990. This period saw the rise of regional political parties in many states of the country. This was also the beginning of the era of coalition governments at the center. Since no single party got a clear majority in the Lok Sabha, the major national parties had to enter into an alliance with many parties, including several regional parties from a government at the center. അപ്പോൾ 1990-കളൊക്കെ ആയപ്പോൾ ഇത് പെട്ടെന്ന് മാറുകയാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറുകയാണ്. ഇതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും ഒരു റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ എമർജൻസ് ഉണ്ടാവുകയാണ്, പ്രാദേശിക പാർട്ടികളുടെയൊക്കെ എമർജൻസ് ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ലോക്സഭയിലൊന്നും ഒറ്റയ്ക്ക് ഒരു ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് കോയിലേഷൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കക്ഷി ഗവൺമെൻറ്റൊക്കെ അല്ലെങ്കിൽ ഘടകകക്ഷി ഗവൺമെൻറ്റൊക്കെ രൂപപ്പെടുകയാണ്. ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി അലയൻസ് ഒക്കെ ഉണ്ടാക്കി ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയാണ്. അപ്പോൾ റീജിയണൽ പാർട്ടീസിൻ്റെയൊക്കെ ആവശ്യം വരികയാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയാണ്. This led to a new culture of power sharing and respect for autonomy of state governments. This trend was supported by a major judgments of the Supreme Court that made it difficult for the central government to dismiss state governments in an arbitrary manner. Thus, federal power sharing is more effective today than it was in early years after the Constitution came into force. അപ്പോൾ ഇതൊരു പുതിയ കൾച്ചറിന് രൂപം കൊടുക്കുകയാണ്. പവർ ഷെയറിങ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാണ്, സ്റ്റേറ്റിൻ്റെ ഓട്ടോണമിയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാണ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരു പുതിയ കൾച്ചറിന് രൂപം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവുകയാണ്. ആ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ജസ്റ്റ് ഒരു ആർബിട്രറി മാനറിൽ ഡിസ്മിസ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഉള്ള പറഞ്ഞ് സുപ്രീം കോടതിൻ്റെ ഓർഡർ വരികയാണ്. അങ്ങനെയൊക്കെ ആ ഒരു പ്രോബ്ലം അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഫെഡറൽ പവർ ഷെയറിങ് കുറച്ചുകൂടെ എഫക്റ്റീവ് അന്നത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത കാലങ്ങളിലേക്കാളുമൊക്കെ ഇപ്പോൾ വളരെ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. Decentralization in India. We noticed above that federal governments have two or more tiers of government. We have so far discussed the two tiers of government in our country, but a vast country like India cannot be run only through these two tiers. States in India are as large as independent countries of Europe. In terms of population, Uttar Pradesh is bigger than Russia. Maharashtra is about as high as big as Germany. Many of these states are internally very diverse. There is thus a need for power sharing within these states. Federal power sharing in India needs another tier of government below that of the state government. This is rational for decentralization of power. Thus resulted a third tier of government called local government. അപ്പോൾ നമ്മൾ നോക്കി ഇന്ത്യയിൽ 2 തരം ഗവൺമെൻറ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം മൂന്നാമതൊരു തരം ഗവൺമെൻറ് ആവശ്യം വരികയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ എന്താണ്, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും അല്ലെങ്കിൽ പല ഫോറിൻ രാജ്യങ്ങളെക്കാളും വലുതായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അതിൻ്റെ പോപ്പുലേഷൻ റഷ്യയെക്കാളും കൂടുതലായിരുന്നു. മഹാരാഷ്ട്രയുടെ ജർമ്മനി അത്രയും വലുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്താണ്, പല രാജ്യങ്ങളും ഇത്രയും വലുതായ, പല സംസ്ഥാനങ്ങളും ഇത്രയും വലുതായതുകൊണ്ട് ആ ഒരു ഇന്റേണലി പല കൾച്ചറുള്ളവർ, പല ഡൈവേഴ്സിറ്റി ഉള്ളവരുണ്ടായതുകൊണ്ട് ഒരു ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ തേർഡ് ടയർ ഗവൺമെൻറ്റൊക്കെ ആവശ്യകത
എല്ലാ സ്ഥലത്തും വരികയാണ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ്റെ ആവശ്യകതയും വരികയാണ്. When power is taken away from central and state government and given to local government, it is called decentralization. ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ പവർ, അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എടുത്ത് ആർക്ക് കൊടുക്കുകയാണ്, ലോക്കൽ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ. This basic idea behind decentralization is that there are large number of problems and issues which are best settled at the local level. അപ്പോൾ ഈ ഒരു ഐഡിയ എന്താണ് നൽകുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതൊരു ലോക്കൽ ലെവലിൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ട്. People have better knowledge of problems in their localities. They also have better ideas on where to spend money and how to manage things more efficiently. Besides, at the local level, it is possible for the people to directly participate in decision making. This helps to inculcate a habit of democratic participation. Local government is the best way to realize one important principle of democracy, namely local self-government. ഇപ്പോൾ എന്താണ് അപ്പോൾ അവർക്ക് ലോക്കൽ ഗവൺമെൻറ് ബെറ്റർ ഐഡിയ കാണും, എങ്ങനെ അവരുടെ ഒരു ബെറ്റർ ഐഡിയാസ് കാണും, എങ്ങനെ സ്പെൻഡ് ചെയ്യണം മണി, എങ്ങനെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആ ഒരു ലോക്കാലിറ്റി പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിവുണ്ടാവും. അങ്ങനെ ഡിസിഷൻ മേക്കർ കുറച്ചുകൂടെ ഡയറക്റ്റും പ്രിസൈസും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോക്കൽ ഗവൺമെൻറ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണെന്ന് മനസ്സിലാക്കി ഒരു ഡെമോക്രസിയിലെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളായിട്ട് ആരാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മാറുകയാണ്. The need for decentralization was recognized in our constitution. Since then, there have been several attempts to decentralize power to the level of villages and towns. Panchayats in village and municipalities in urban areas were set up in all the states, but these were directly under the control of state governments. Election to these local governments were not held regularly. Local governments did not have any powers or resources of their own. Thus, there was very little decentralization in effective terms. So, ഈ ഡീസെൻട്രലൈസേഷൻ ആവശ്യം റെക്കഗ്നൈസ് ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് അറ്റംപ്റ്റ്സും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പവറിൻ്റെ ഡീസെൻട്രലൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വില്ലേജ് ലെവലിൽ പഞ്ചായത്സും അർബൻ ഏരിയാസും മുനിസിപ്പാലിറ്റീസും ഒക്കെ ഫോം ചെയ്യുകയാണ്, ഇലക്ഷൻസ് ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് നേതൃത്വത്തിൽ കണ്ടക്ട് ചെയ്യുകയാണ്. പക്ഷേ അതൊരു എഫക്റ്റീവ് ആയിരുന്നില്ല അന്നത്തെ കാലത്ത്. എ മേജർ സ്റ്റെപ്പ് towards decentralization was taken in 1992. The constitution was amended to make a third tier of democracy more powerful and effective. അപ്പോൾ ഈ ഒരു ഡീസെൻട്രലൈസേഷൻ കൂടുതൽ പവർഫുൾ ആവുന്ന 1992 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുകയാണ്. ഒരു തേർഡ് ടയർ ഓഫ് ഡെമോക്രസി ഉണ്ടാകാനും അതൊക്കെ പവർഫുള്ളും എഫക്റ്റീവുമായിട്ട് മാറ്റാനൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ഉണ്ടാകുകയാണ്. Now it is constitutionally mandated to hold regular elections to local government bodies. അപ്പോൾ അതിന് ശേഷം എന്താണ് റെഗുലർ ഇലക്ഷൻ വേണ്ടി വരുന്നത് ലോക്കൽ ഗവൺമെൻറ് ബോഡീസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനലി മാൻഡേറ്ററി ആവുന്ന ഒരു റെഗുലർ ഇലക്ഷൻ. Seats are reserved in the elected bodies and the executive heads of these institutions for the scheduled castes, scheduled tribes and other backward classes. അപ്പോൾ സീറ്റ്സ് എന്ത് ചെയ്യാണ്, ഒരു റിസർവ് ചെയ്യാണ്. OBC, ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇവർക്കൊക്കെ സീറ്റ്സ് റിസർവ് ചെയ്യാണ്. അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ഓൾ പൊസിഷൻ ആർ റിസർവ് ഫോർ വുമൺ. ആ ഒരു പൊസിഷൻ്റെ 1/3 വിമൻസിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. An independent institution called the State Election Commission has been created in each state to conduct panchayat and municipal elections. അപ്പോൾ ഓരോ സംസ്ഥാനത്തും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊടുക്കുകയാണ് ആ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The state governments are required to share some powers and revenue with local government bodies. The nature of sharing varies from state to state. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുകയാണ്, കുറച്ച് പവറും അതുപോലെ തന്നെ റവന്യൂവും ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് പങ്കുവയ്ക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇത് ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. റൂറൽ ലോക്കൽ ഗവൺമെൻറ് ഈസ് പോപ്പുലർലി നോൺ ബൈ ദ നെയിം Panchayat Raj. Each village or group of villages in some states has a Gram Panchayat. This is a council constituting of several ward members, often called Panch, and a president or Sarpanch. They are directly elected by all the adult population living in that ward or village. It is a decision-making body for the entire village. Panchayat works under the overall supervision of Gram Sabha. All the voters in the village are its members. It has to meet at least twice or thrice in a year to approve the annual budget of the Gram Panchayat and to review the performance of the Gram Panchayat. ഇപ്പോൾ റൂറൽ ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്ന
പോപ്പുലർലി നോൺ ആകുന്നത് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്, ഓരോ വില്ലേജസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്നു. അതിന് ഒരുപാട് ഓരോ വാർഡിൽ ഓരോ മെമ്പേഴ്സ് കാണും. അവരെ പഞ്ച് എന്ന് വിളിക്കും. പ്രസിഡന്റ് എങ്ങനെ വിളിക്കും? സർപഞ്ച് എന്നോ പ്രസിഡന്റ് എന്നോ അറിയപ്പെടും. അവർ ഓരോ വോട്ടിംഗ് പ്രായമായ ആൾക്കാരെ ഇലക്ട് ചെയ്താണ് അവരെ അധികാരത്തിലെത്തിക്കുന്നത്. അപ്പോൾ ഒരു വർഷം 2-3 തവണയൊക്കെ ഒരു ഗ്രാമസഭ കൂടി അവിടെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ഒരു റവന്യൂ കാര്യങ്ങൾ, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അവിടെയാണ് പ്രഖ്യാപിക്കുന്നത്. ദ ലോക്കൽ ഗവൺമെൻറ് സ്ട്രക്ചർ goes right up to the district level. A few Gram Panchayats are grouped together to form what is usually called a Panchayat Samiti or Block Panchayat or Mandal. The members of this representative body are elected by all the Panchayat members in that area. All the Panchayat Samitis or Mandals in a district together constitute the Silla District Parishad. Most members of the Silla Parishad are elected. Members of the Lok Sabha and MLA of that district and some other officials of the district level bodies are also its members. Silla Parishad chairperson is the political head of Silla Parishad. അപ്പോൾ എന്താണ് അതിനുശേഷം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുകയാണ്, അല്ലെങ്കിൽ മണ്ഡലം അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്നൊക്കെ പറയുന്ന ഒരുപാട് പഞ്ചായത്ത് രൂപപ്പെട്ട് പഞ്ചായത്തിലെ വാർഡ് മെമ്പേഴ്സുകളെല്ലാം ഇലക്ട് ചെയ്ത് ഒരു പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തൊക്കെ രൂപപ്പെടുകയാണ്. ഇത് ഓരോ സ്റ്റേറ്റിനും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുമ്പോൾ എന്താണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സിനൊക്കെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ സ്റ്റേറ്റിനും ഡിഫറൻ്റ് ആയിരിക്കും, നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ അടുത്ത് രണ്ടാമത്തെ ലെവലിൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ജില്ലാ പരിഷത്തുണ്ട്. അപ്പോൾ ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ജില്ലാ പരിഷത്തിൻ്റെ ചെയർപേഴ്സൺ ആയിരിക്കും ജില്ലാ പരിഷത്തിൻ്റെ പൊളിറ്റിക്കൽ ഹെഡ് എന്ന് അറിയപ്പെടുന്നത്. അത് ഡിസ്ട്രിക്ട് ലെവലിലാണ്. അപ്പോൾ ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, അതുപോലെ തന്നെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. Similarly, local government bodies exist for urban areas as well. Municipalities are set up in towns. Big cities are constituted into municipal corporations. Both municipalities and municipal corporations are controlled by elected bodies consisting of people's representatives. Municipal chairperson is a political head of municipality. In a municipal corporation, such an officer is called the mayor. അപ്പോൾ ഇനി അർബൻ ഏരിയാസിലേക്ക് നോക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റീസും മുനിസിപ്പൽ കോർപ്പറേഷൻസും ഉണ്ട്. മുനിസിപ്പാലിറ്റീസ് ഫോം ചെയ്യുന്ന വലിയ ടൗൺസിലാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഫോം ചെയ്യുന്ന ബിഗ് സിറ്റീസിലാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റികളുടെ ചെയർപേഴ്സണാണ് അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ പൊളിറ്റിക്കൽ ഹെഡ്. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കാര്യം എടുത്താൽ അവിടെ ഒരു ഓഫീസറുണ്ട്, അവരുടെ പേരാണ് മേയർ. This new system of local government is the largest experiment in democracy conducted anywhere in the world. There are now about 36 lakh elected representatives in the panchayats and municipalities, etc., all over the country. This number is bigger than the population of many countries in the world. Constitutional status for local government has helped to deepen democracy in our country. It has also increased women's representation and voice in our democracy. At the same time, there are many difficulties. While elections are held regularly and enthusiastically, Gram Sabhas are not held regularly. Most state governments have not transferred significant power to the local governments, nor have they given adequate resources. We are thus still a long way from realizing the ideal of self-government. ഇനി ഒരു ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. ഏകദേശം 36 ലക്ഷം ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയൊക്കെ ആയിട്ട് ഈ രാജ്യം മുഴുവൻ. അത് പല രാജ്യങ്ങളുടെയും പോപ്പുലേഷനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്, വുമൻസിൻ്റെ റെപ്രസെൻറ്റേഷനും ഡെമോക്രസിയിലുള്ള വോയിസും ഒക്കെ കൂടുകയാണ്. ഡെമോക്രസി ഡീപ്പൻ ചെയ്യുകയാണ്, ഡെമോക്രസിയുടെ വേറെ ആഴത്തിൽ ഇറങ്ങുകയാണ് ഈ ഒരു ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് കാണാം. ലോക്കൽ പീപ്പിളിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ഒരു മൈന്യൂട്ട് ലെവലിലേക്ക് വരെ ഇതെത്തുകയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഡിഫിക്കൽറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്. ഈ ഇലക്ഷൻസ് ഒക്കെ റെഗുലർലി ഇൻതൂസിയാസ്റ്റിക്കലി ആയിട്ടൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഗ്രാമസഭാസ് ഒന്നും അങ്ങനെ കൂടാറില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് പവേഴ്സ് ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അഡ്വക്കേറ്റ് റിസോഴ്സ് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ദൂരം ഒരു ഐഡിയൽ സെൽഫ് ഗവൺമെൻറ് നമ്മൾ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു ഐഡിയൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് പോകണമെങ്കിൽ സ്റ്റിൽ എ ലോങ് വേ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.